അച്ഛനൊരു കാര്യം പറയട്ടെ. ഇവിടെ കട്ടയായ ബാർഗൈനിങ് സ്കിൽസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപ മാമിക്ക് ബാങ് ലസ്സി കുടിക്കണം. എങ്ങനെയുണ്ട് ഗോപ? ഈ സുഖം 2 മണിക്കൂർ കൈതി കാണുമെന്ന് അറിയില്ല. ഇവിടെ രാജാവ് 21 ഭാര്യമാരുടെ ഹോളി കളിക്കുമായിരുന്നല്ലേ? ഒരു മോഹമൊക്കെ തോന്നുന്നുണ്ട്. യുദ്ധം ജയിച്ചെങ്കിൽ അണിഞ്ഞൊരുങ്ങി അവർ സ്വീകരിക്കാൻ പോകണം. യുദ്ധം തോറ്റെങ്കിലും അണിഞ്ഞൊരുങ്ങി മറ്റേ ജോഹറിന് ചാവാൻ വേണ്ടി പോകണം. എന്തൊരു കഷ്ടമാണല്ലേ. മക്കളെ രാജകുടുംബത്തിന് എഴുതി കൊടുക്കേണ്ടി വരുന്നുണ്ട് അച്ഛന്റെ മൊത്തം സ്വത്തുക്കൾ. അല്ല, ഈ രാജാവ് എങ്ങനെ ഈ കട്ടിൽ കിടന്നതെന്ന്. ചെന്തെങ്ങിന്റെ കൊലയാവുമ്പോ ആടും. എണീറ്റ് പോയി നിന്ന് താലി തിന്നായിരുന്നു ഉണ്ണിമ. ഇപ്പൊ മനസ്സിലായില്ലേ മൂക്കടപ്പാണോ ഭാഗാണോ എന്ന്? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ ഗൈസ്, നമസ്കാരം. ഖമ്മ ഗനി ടു അവർ ജയ്സൽമേർ വ്ളോഗ്. ഞങ്ങളെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി, ഇത് സുബിൻ, ഇത് ജാനകി ആൻഡ് വെൽക്കം ടു ഇനി എങ്ങോട്ടാ. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഡേ 2 ഓഫ് ജയ്സൽമേറാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഗഡ്ഡിസർ ലേക്കിൽ വന്നിരിക്കുകയാണ്. എന്താണെന്ന് ഓർഡർ ചെയ്തിരിക്കണോ അല്ലെങ്കിൽ സമയം എടുക്കും? ബേബി, ഓ ബേബ, കേക്ക് കേക്കണം. വെള്ളത്തിൽ പോകണം. ജാനുവിക്ക് ഈ ബോട്ടിൽ പോണെന്ന് പറഞ്ഞ ജാനുവിക്ക് ഏത് ബോട്ടിൽ പോണം ജാനുവി? റോയോ ബോട്ട് എന്നാണ് ഞാനും അച്ഛനൊരു കാര്യം പറയട്ടെ. കാണണം ബാബാ. ഗോപമ്മക്ക് വിഷമാവില്ല കണ്ടില്ലെങ്കിൽ. നമ്മൾ ആദ്യം പോകും പറഞ്ഞേക്ക്. നമ്മൾ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു കഫേയിൽ കയറി. അവിടുത്തെ ചേട്ടൻ്റെ പെരുമാറ്റം നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവിടെ നമ്മൾ ഇറങ്ങി. നമ്മൾ ആക്ച്വലി ആ കഫേലിന് മുമ്പും പോയിട്ടുണ്ട്. നല്ല ഫുഡുമാണ്, നല്ല വ്യൂവുമാണ്. അതാണ് ജസ്റ്റ് ഒരാൾ കാരണം ഓരോ സ്ഥലത്തിൻ്റെ കച്ചവടം മുടങ്ങി പോകുന്നത്. ബിക്കോസ് നമുക്ക് ഭയങ്കര റൂഡായിട്ട് തോന്നിയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ആക്ച്വലി ഇവരെല്ലാം ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങി. ഞാൻ കഴിച്ചില്ല, ഞാൻ ജാനുമയുടെ കൂടെ ഇരിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് വിശപ്പില്ല. അപ്പോൾ ഗോപമാമയ്ക്കും അജീഷിനും അധികം സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ജയ്സൽമേർ സിറ്റിക്കകത്ത് ഗഡ്ഡിസർ ലേക്കും ജയ്സൽമേർ ഫോർട്ടും മാത്രം കാണാനുള്ള ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ഗഡ്ഡിസർ ലേക്ക് വന്നേക്കുവാണ്. ഇവിടെ സൺറൈസ് ആൻഡ് സൺസെറ്റ് സമയത്തൊക്കെ അടിപൊളിയാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ 2 ഘട്ട സമയത്ത് വന്നേക്കാണ്. ഇത് മറ്റേ ബ്ലോക്ക് പ്രിന്റിങ്ങിന്റെ സാധനം തന്നെയാണ്. കൊള്ളാം. രാജസ്ഥാനിൽ ഇങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഹാങ് ചെയ്യുന്നത്. നല്ല സെറാമിക്കിന്റെ അങ്ങനെയൊക്കെ. ഇവിടെ കട്ടയായ ബാർഗൈനിങ് സ്കിൽസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ സാധനങ്ങളൊക്കെ വാരി കൂട്ടിയിട്ടുണ്ട്. ഇന്നലെ എന്തുവായിരുന്നു നമുക്ക് പറ്റിയത്? ഇന്നലെ നമ്മൾ കുറെ നേരം ലോങ്കേ വലയിലും തന്നോട്ടിലും തന്നെ സ്റ്റക്കായി പോയി. സ്റ്റക്കെന്ന് പറയില്ല, നല്ല രസമായിരുന്നു. പക്ഷെ അതുകൊണ്ട് നമുക്ക് ജയ്സൽമേർ സിറ്റി കാണാനുള്ള ടൈം കിട്ടിയില്ല. ഇന്ന് നമ്മൾ ജയ്സൽമേർ ഫോർട്ടും, ഇവർക്ക് സമയമില്ല, ഇവർ ആക്ച്വലി മറ്റന്നാൾ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് ഒറ്റ ദിവസം നമുക്ക് ജയ്സൽമേർ ഉള്ളൂ. ഇനി തിരിച്ചെന്നിട്ട് ജോധ്പൂർ കാണണ്ടേ. അപ്പം നമ്മൾ ജസ്റ്റ് ഇന്ന് ഗഡ്ഡിസറിലേക്കും ജയ്സൽമേർ ഫോർട്ടും കണ്ടിട്ട് നമ്മൾ. അപ്പം അതാണ് ഇന്നത്തെ പ്ലാൻ. ജാനോ നോക്ക്, ക്യാമലിനെ കണ്ടോ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. ക്യാമൽ കൊണ്ടക്യൂട്ടി ആയിട്ട് ഇരിക്കുകയാണ്. ആരാണ് ക്യാമലിനത്? അതല്ല, ഞാൻ കാജലിനെ കണ്ടോ? എവിടെ കാജൽ? അയ്യോ കാജൽ, അതാ ആ കുതിരയാണ് കേട്ടോ കാജൽ. ബാക്കിൽ വേറൊരു ക്യാമിൽ വരുന്നു. ഞാന് ഔട്ട് ഓഫ് 456. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപ മാമിക്ക് ബാങ് ലസ്സി കുടിക്കണം. ഗോപ, നമ്മളെങ്ങോട്ടാ പോണേ? ബാങ് ലസ്സി കുടിക്കാൻ. ബാങ് ലസ്സി കുടിക്കാനാണ് ഗോപ മാമിക്ക് ഒരു ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ബാങ് ലസ്സി, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ റേറ്റിംഗുള്ള കട തപ്പി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രസ് ഞങ്ങൾ പോകെ അറിയിക്കുന്നതായിരിക്കും. അലറൽ ഒന്നുകൂടെ അലറൽ. ഓക്കെ. പത്തനാപുരത്ത് 10 പച്ച തത്തകൾ ചത്തു കൊത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തത്തകൾ പൊത്തിൽ ചത്തു കൊത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തത്തകൾ പൊത്തിൽ ഒത്ത് ചത്തു കുത്തിയിരുന്നു. അങ്ങനെ ഗോപമാമി
ഗവൺമെന്റ് ഓതറൈസ്ഡ് ബാങ്ക് ഷോപ്പാണ്. എടാ ഗോപ നിന്റെ പേരും ഉണ്ടേ. ഗോപ ചൗക്ക് എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഗോപ ചൗക്ക്. ഗവൺമെന്റ് ഓതറൈസ്ഡ് ബാങ്ക് ഷോപ്പ് ഗോപ ചൗക്ക് ജയ്സൽമേർ. ലസ്സിയാണെന്നുണ്ടെങ്കിൽ കേർഡിന്റെ എക്സൈറ്റഡ്. ഇതാണ് സാധനം. ചവനപ്രാശം ഇട്ട് തന്ന പോലെ ഉണ്ട്. ഈ സുഖം 2 മണിക്കൂർ കൈതി കാണുമോന്ന് അറിയില്ല. ലസ്സി ഒന്നും അറിയാനില്ല. ലസ്സിക്കാട്ടിലും ഇഷ്ടപ്പെട്ടു. ലസ്സിക്കൊരു ശീലമാക്കാത്തോട് ഗോപാലി പറയുന്നത്. ഗ്യാസ് വേറൊന്നുമല്ല. അതെ 30-40 വരുന്നു. ജയ്സൽമേർ ഭാങ് ലസ്സിക്ക് ഫേമസ് ആണെന്ന് കേട്ടപ്പോഴേ ഗോപികയുടെ ഒരു ആഗ്രഹമായിരുന്നു അത് ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ ഗോപമാമിക്ക് ആ ആഗ്രഹമൊക്കെ നിറവേറ്റിക്കൊടുത്ത് നമ്മൾ പോയി നേരെ ജയ്സൽമേർ ഫോർട്ടിലേക്ക്. നമ്മൾ ജയ്സൽമേർ ഫോർട്ട് കാണാൻ വന്നിരിക്കുകയാണ്. നമ്മളൊരു ഗൈഡിനെ എടുത്തു. ഞങ്ങളങ്ങനെ എപ്പോഴും ഗൈഡൊന്നും എടുക്കാറില്ല. പക്ഷെ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടുത്തെ ഒരു ഹിസ്റ്ററി ഒന്നും ഒട്ടും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് തോന്നി. അപ്പോൾ ഇത്തവണ ഒരു ഗൈഡിനെ എടുത്ത് നോക്കാം എന്ന് വിചാരിച്ചു, എടുത്തു. ഈ ടവർ എന്താന്ന് പറഞ്ഞ ബുർജ് ഖലീഫയുടെ ബുർജ് ടവർ പണിക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇടുമ്പോലും ഇത്രയും തന്നെ ഡീപ്പ് താഴോട്ടാണ് പോലും ഇട്ടതിന് ശേഷം ഉപ്പിടും പോലും ബോഡി ഡീകമ്പോസ് ആവുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇവിടെ ഭയങ്കര ട്രാഫിക്കിന്റെ നോയ്സ് ഉണ്ട്. അപ്പോൾ ഈ ജയ്സൽമേർ ഫോർട്ട് എന്ന് പറയുന്നത് ഓൺലി ലിവിങ് ഫോർട്ട് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴും ആളുകൾ, തൗസൻഡ്സ് ഓഫ് ആളുകൾ ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. അവരുടെ ഡെയിലി ലൈഫ്, ജോലി എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ലിവിങ് ഏരിയയും അതുപോലെ ഷോപ്സും കഫേസും ഷോപ്പിംഗ് ഏരിയയും എല്ലാം ഉള്ള ഒരു ഫോർട്ടാണ് ജയ്സൽമേർ ഫോർട്ട്. പക്ഷെ പിന്നെ ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കി ദാറ്റ് ഇത് ഓൺലി ലിവിങ് ഫോർട്ടല്ല, വേറെ പല ഫോർട്ടുകളിലും ആളുകൾ താമസമുണ്ട്. പക്ഷെ ഇത്രയും ഷിയർ നമ്പേഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും ഇതിനെ അത്രത്തോളം റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഷോപ്പിങ്ങും കഫേ ഹോപ്പിങ്ങും ഒക്കെ ആയിട്ട് എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. ഈ കാണുന്ന ഏരിയ ഒരു മ്യൂസിയം ഏരിയ ആണ്. അവരുടെ റോയൽ ലൈഫിൻ്റെ ഒരു സ്നീക്ക് പീക്ക് തരുന്ന റോയൽ സാധനങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിയം. അത് പക്ഷേ കമ്പയർഡ് ടു മെഹ്റാൻഗഡ് മ്യൂസിയം ഒക്കെ ഇതൊരു ചെറിയ മ്യൂസിയം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. രാജസ്ഥാനിലെ മിക്ക ഫോർട്ട്സും പാലസസും എല്ലാം മ്യൂസിയംസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇത് അത് വെച്ച് നോക്കുമ്പോൾ ഒരു കുട്ടി മ്യൂസിയം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഗൈഡ് പറഞ്ഞു തന്നൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്, ഇവിടുത്തെ ഡോർവേസ് എല്ലാം ഭയങ്കര ലോ ആണ്. അത് രാജാവിനെ കാണാൻ ചെല്ലുമ്പോൾ ആളുകൾ കുനിഞ്ഞ് കയറണം എന്ന് വിചാരിച്ചിട്ടാണെന്ന്. വിനയം മുഖ്യം ബിഗിലേ. റൂഫ് ഫുള്ളല്ലേ, തണുപ്പ് കിട്ടാൻ വേണ്ടി ഇതെല്ലാം റൂഫ് ഫുള്ള് തടിയാണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ രാജസ്ഥാനിലെ എല്ലാ മ്യൂസിയങ്ങളിലും ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് കൂടുതലും റോയൽ ഫാമിലിയുടെ സാധനങ്ങൾ, വെപ്പൺസ്, പഴയ റൈഫില്, വാള്, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത പല വെപ്പൺസ്, പിന്നെ റോയൽ ഫാമിലി പണ്ട് യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ, അതിപ്പം അവർ യൂസ് ചെയ്യുന്ന കപ്സ്, ഗ്ലാസ് മുതൽ എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സ്ഥലം. എന്താ ത്രോൺ, പഴയ ത്രോണ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പഴയ രാജാവ് യൂസ് ചെയ്യുന്ന ഡ്രസ്സുണ്ട്, പഴയ രാജാക്കന്മാരുടെ പെയിൻറ്റിങ്സ്, പുതിയ രാജാവിൻ്റെ ഫോട്ടോ, അങ്ങനെ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ശരിയാ, നമ്മുടെ മറ്റേ ട്രിവാൻഡ്രത്തുള്ള കൊട്ടാരം,
മറ്റേനൊക്കെ ഷൂട്ടിങ് അതൊക്കെ പോലെ. പത്മനാഭപുരം പാലസ്. ഞാൻ ഇങ്ങോട്ടോ. ഇവിടെ രാജാവ് 21 ഭാര്യമാരുടെ ഹോളി കളിക്കുകയായിരുന്നു അല്ലേ? ഒരു മോഹമൊക്കെ തോന്നുന്നുണ്ട്. ഗോവാമി ഒന്ന് പിടി, എനിക്ക് 10 പറയാനുണ്ട്, ഞാൻ പറയട്ടെ. അതായത് നമ്മൾ ഈ രാജസ്ഥാനിലെ ഫോർട്ട്, ഞാൻ ഗോപി എടുത്തപ്പോൾ പറയാം, ഫോർട്ടും പാലസസും ഒക്കെ കാണുമ്പോൾ അവിടുത്തെ കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അന്നത്തെ സ്ത്രീകളുടെ കഷ്ടപ്പാടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇവിടെ ഒരു നേരത്തെ ഒരു ഇത് കാണിച്ചു, ഞാൻ അതിൻ്റെ ക്ലിപ്പ് പറ്റുവാണെങ്കിൽ ഇടാം. അവിടെ നിന്നിട്ട് യുദ്ധത്തിന് പോകുമ്പോൾ അവിടെ നിന്ന് അനൗൺസ് ചെയ്യുമ്പോൾ യുദ്ധം ജയിച്ചോ യുദ്ധം തോറ്റോ. യുദ്ധം ജയിച്ചെങ്കിൽ അണിഞ്ഞൊരുങ്ങി അവർ സ്വീകരിക്കാൻ പോകണം, യുദ്ധം തോറ്റെങ്കിലും അണിഞ്ഞൊരുങ്ങി മറ്റേ ജോഹറിന് ചാവാൻ വേണ്ടി പോകണം. എന്തൊരു കഷ്ടമാണല്ലേ. Dancers sending message through parrot period 15 century. അതാണ് മക്കളെ രാജകുടുംബത്തിന് എഴുതി കൊടുക്കേണ്ടി വരുന്നുണ്ട് അച്ഛൻ്റെ മൊത്തം സ്വത്തുക്കൾ. എന്നാ വല്ല ഉണ്ടെങ്കിൽ വേണ്ടിയില്ലായിരുന്നു അല്ലേ ഉണ്ടി പോവാ. അങ്ങനെ കയറി നമ്മൾ മ്യൂസിയത്തിൻ്റെ റൂഫ് ടോപ്പ് എത്തും. അവിടെ നിന്ന് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ആക്ച്വലി അവിടെ നിന്ന് ഓൾമോസ്റ്റ് ആ ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് ജയ്സൽമേർ സിറ്റി ഫുള്ള് കാണുന്ന പോലെ അവിടുത്തെ വീടുകളും കാര്യങ്ങളും എല്ലാം കാണുന്ന, ഫോർട്ടിൻ്റെ അകം തന്നെ ഫുൾ കാണാവുന്നൊരു അടിപൊളി വ്യൂ ആണ്. ഇങ്ങനെയാണ് കേട്ടോ. അങ്ങോട്ട് ഫുള്ള് ഇവിടെ നിന്നാ കാണാം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി സിഗ്സാഗ് അടിച്ചാണ് നമ്മൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഫുൾ അങ്ങനെ പറയുകയും ചെയ്തത് ഒരു ഗേറ്റിൽ നോക്കുമ്പോൾ നെക്സ്റ്റ് ഗേറ്റ് കാണും. അങ്ങനെയാണ് ബിൽഡ് ചെയ്തത്. കാര്യം അറ്റാക്ക് വരുമ്പോൾ എല്ലാം കൂടി ഡിസ്ട്രോയ് ആയി പോകാതിരിക്കാൻ. അതുപോലെയാണ് ഇവിടെ നോക്കിയാൽ കാണാം. അത് ഫസ്റ്റ് ഗേറ്റ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ടേൺ ചെയ്ത് വരുമ്പോൾ ഇവിടെ സെക്കൻഡ് ഗേറ്റ്, അത് തേർഡ് ഗേറ്റ്, പിന്നെ ഇവിടെ 4th ഗേറ്റ് ഉണ്ട്. ഏത് ഇത് വെതർ നോക്കുന്ന ഇൻസ്ട്രുമെന്റ് അല്ലേ? ഞാൻ എത്ര അടിയെന്ന് പറഞ്ഞ അടിയുള്ള രാജാവിന്റെ ഉടുപ്പാണ്. പക്ഷെ ഇത് പുതിയതുപോലെ ഇരിക്കുന്നത്. എനിക്കൊന്ന് റീക്രിയേറ്റ് വല്ലതും ചെയ്തു തരും അല്ലേ? അങ്ങനെ ചെയ്തു. അല്ല, ഈ രാജാവ് എങ്ങനെ ഈ കട്ടിൽ കിടന്നതെന്ന് ചെറിയ കട്ടിൽ കിടക്കാറുള്ളൂ. പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ ഒത്തി ചത്തുകുത്തിയിരുന്നു. ഇത് ഓക്കെയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് എടുത്തതൊക്കെ എന്താ ഇപ്പൊ നിനക്ക് വരുന്നത്? ഉറക്കമല്ലേ? ഉറക്കം മാത്രം, എനിക്ക് വേറെ ഒന്നും തോന്നുന്നില്ല. ഒന്നും തോന്നുന്നില്ല. പക്ഷെ കുട്ടിയുടെ കാലൊക്കെ ചെറുതായിട്ട് ആടുന്നു. ചെന്തെങ്ങിൻ്റെ കൊലയാവുമ്പോൾ ആടും. ഇവിടെ ആരെങ്കിലും വീഴുന്നുണ്ടെങ്കിൽ അത് ഗോപമാമി ആയിരിക്കും. ഇവിടെ എന്തിനാണ് നിൽക്കണ? വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടാ. വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരാൾ നിൽക്കണം. ഗോപമാമി ഒരു വില പറഞ്ഞ് അത് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങ് പോകുന്നല്ലോ പറഞ്ഞ്. ഗോപ അടുത്ത കടയിൽ 100 രൂപ വെച്ച് കൊടുത്തിട്ട് സാധനം വാങ്ങിക്കുമെന്ന് പറഞ്ഞതാണ്. എത്ര രൂപ കൊടുത്ത്? ആദ്യം 1100, പിന്നെ 750. ഗോപമാമി ബാർഗൈനിങ് ഇവിടെ നിന്ന് പഠിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് 1700 രൂപയും 750 രൂപയും കൊടുത്തിട്ട് വന്നിരിക്കുകയാണ്. ബോധമുള്ളപ്പോ ഒരു ചായ പോലും വാങ്ങിച്ചു തരാത്തതാണ്. ബാങ്ക് അടിച്ചിട്ട് 100,000 പേരുടെ പേരും പറഞ്ഞ് എല്ലാവർക്കും ഉള്ള സാധനം വാങ്ങിച്ചു. അവർക്ക് ഗിഫ്റ്റ്, ഇവർക്ക് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഗോപമാമി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ബോധം വരുമ്പോ ഇതൊക്കെ ഓർമ്മ ആണോ, ഇതൊക്കെ ആര് വാങ്ങിച്ചെന്ന് ചോദിക്കാൻ അവൻ പറഞ്ഞുകൂടാ കേട്ടോ. ജയ്സൽമേർ ഫോർട്ടിന്റെ തൊട്ട് താഴെ ജയ്സൽ ഇറ്റലി എന്ന് പറയുന്ന
റെസ്റ്റോറൻറ്റിൽ നമ്മൾ കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചിറങ്ങി പോയിട്ട് കയറി വരികയാണ്. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇതിൻ്റെ പുറത്തായിരുന്നു അല്ലേ ഉണ്ണിയമ്മ? അവിടെ വേറൊരു വ്യൂ ആണ്, മറ്റേ ഫോർട്ടൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല. അന്ന് നമ്മൾ ജാനുവരിയിലാണ് വന്നത്, അതുകൊണ്ട് ആ വെയിലും കൊണ്ട് നമ്മൾ അവിടെ ഇരിക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നു. നമ്മൾ ഇരുന്നു. ഇതൊക്കെ എന്തിനാ ഊരിയ? എന്തിനാ എന്തിനാ? ഇത് ആരുടെ വീട്? ജാനും വീടെയാ? ഏത് വകയില്? എയർപ്ലെയിനിൽ ആരെ കൊണ്ടുപോകും? ആരൊക്കെ പോവും അതില്? തൊലി മാറ്റി കഴിച്ചു മുട്ടായി? മൊത്തം കൂടെ കഴിച്ചാ? ബണ്ണിയാണ് തന്ന മുട്ടായി? കൊള്ളാം, നല്ല കഥ. താങ്ക് യു. കഥ തീർന്നു. ജാനമ്മ എവിടെ നിന്ന് വാങ്ങിച്ചാണോ പ്ലെയിൻ? ആര് വാങ്ങിച്ചെന്ന്? ജാനേ പധാരോ മാരെ ദേശ് എന്ന് പറയോ ജാനേ? കാപ്പി എത്തി. ഷുഗർ മിക്സ്. ഫുഡ് എങ്ങനെയുണ്ടോ? ഒരു രക്ഷയില്ല, പൊളി. കൊള്ളാം അല്ലേ? എല്ലാം കൊള്ളാം. താലിയും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് തന്തൂരി റൊട്ടി, ഇത് ബാജരക്ക റൊട്ടി, ഇത് പാപ്പഡ്, ജീര റൈസ്. ഇത് നമ്മൾ ആദ്യമായി ട്രൈ ചെയ്ത ഹെയർ സാംഗ്രി, സൂപ്പർ. ദാൽ ഫ്രൈ, ഇതൊരു വെജ് കറി. ഇത് ഗട്ടേക്ക് സബ്സി. യെസ്, ഗട്ടേക്ക് സബ്സി. പഠിച്ചു പോയി ഞാൻ, മനസ്സിലായോ? എണീറ്റ് പോയി നിന്ന് കാലി തിന്നായിരുന്നു. സേവ് ടമാറ്ററുള്ള സേവ് എവിടെ? അത് ഇതായി പോയി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സേവ് വാങ്ങ് പിടിച്ച് തലയ്ക്ക് പിടിച്ച്. അല്ലെങ്കിൽ അത് ടമാറ്റർ മാത്രമാണ്. സേവ് ഇല്ലെങ്കിൽ അത് ടമാറ്റർ മാത്രമാണ്. ഇപ്പൊ മനസ്സിലായില്ലേ മൂക്കടപ്പാണോ ഭാങ്ങാണോ എന്ന്? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജാനുമി, ഇത് മൂക്കടപ്പാണോ ഭാങ്ങാണോ? ഗോപാമിന് സത്യം കൂടെ പറയാം. ഈ സമയത്ത് ഒരിക്കൽ ചിരി തുടങ്ങി കഴിഞ്ഞാല് നിർത്താൻ പറ്റൂല. സത്യമായിട്ട് പറയുന്നത്. പിന്നെ ആര് വിചാരിച്ചാലും നിർത്താൻ പറ്റൂല. ഇവിടെ ഒന്ന് കൂടെ പോടെ. ചത്തുകുത്തിയിരുന്നു. പത്തനാപുരത്ത് 10, ഞാൻ പറയാം, പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ ഒത്തിലൊത്ത് ചത്തുകുത്തിയിരുന്നു. എടാ, ഇവക്ക് ബാങ്ക് കൊടുത്തപ്പോ കറക്റ്റ് ആണ്. അത് ആദ്യമാണ് തെറ്റിച്ച് പറഞ്ഞോണ്ടിരുന്നത്. ഇത്തവണ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത ആ ലോങ്കേവാല, തന്നോട്ട് മാത, അതൊക്കെയാണ് ലാസ്റ്റ് ടൈം മിസ്സായത്. പിന്നെ ഇവർക്കും അതൊക്കെ കാണാനാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. അത് വേറെ തന്നെ ഒരു ഫീലായിരുന്നു ആക്ച്വലി. ആ ബോർഡറിൻ്റെ ഇത്ര അടുത്ത് പോയി നിൽക്കുക. ആൻഡ് ഈ അന്ന് 1971 വാറിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ഫീലുള്ള സ്ഥലങ്ങളിലൊന്നും ഞാൻ പോയിട്ടില്ല. ബോർഡറിൻ്റെ ഇത്ര അടുത്ത് നിൽക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളത് എൻജോയ് ചെയ്തു. ഒന്നും മിസ് ഔട്ട് ആയതുപോലെ തോന്നുന്നില്ല. പക്ഷേ ആക്ച്വലി ജയ്സൽമേറിലെ കുറച്ച് സ്ഥലങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇൻഫാക്റ്റ് എന്താ ഗഡ്ഡിസറിലേക്കും ജയ്സൽമേർ ഫോർട്ടും ഒക്കെ കണ്ടുള്ളൂ. ബാക്കി ആക്ച്വലി സിറ്റിക്കകത്ത് എല്ലാം ഒക്കെ ഒരുപോലെ ഇരിക്കും. ഈ ഹവേലീസ് എന്നൊക്കെ പറയുന്നതൊക്കെ ഒന്ന് കണ്ടാൽ എല്ലാം കണ്ട പോലാണ്. പക്ഷേ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് കുറച്ചുകൂടി ദിവസം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊക്കെ കാണണം. നമ്മൾ ലാസ്റ്റ് ടൈം കണ്ടായിരുന്നു. ഇവർക്കെല്ലാം കാണാൻ പറ്റിയില്ല ടൈമിൻ്റെ കൺസ്ട്രെയിൻ കൊണ്ട്. ഇനി നമ്മൾ ബാക്കി ജോധ്പൂർ പോയി ജോധ്പൂരിലെ കാര്യങ്ങൾ ഇവരെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ടൈം ടു എൻഡ് അവർ ജയ്സൽമേർ വ്ലോഗ്. ഇത്രയൊക്കെ ഉള്ളല്ലേ ഉണ്ണിമാ. അപ്പം see you on our next vlog. Till then, take care, bye bye, and keep asking us ഇനി അങ്ങോട്ട്.